നിത്യതയിൽ വസിക്കുന്ന അനന്തകാരുണ്യവാനായ പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സോളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സോളെ പ്രഭാഷകന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. ചിലപ്പോൾ അപകട മരണമാവാം, ആത്മഹത്യയാവാം, ചിലപ്പോൾ രോഗപീഠയിലുള്ള മരണമാവാം, അങ്ങനെ മറ്റ് ഏതെങ്കിലും വഞ്ചനയിലൂടെ ചതിയിലൂടെ അകപ്പെടുത്തി കൊന്നതായിരിക്കാം. അങ്ങനെ ഏത് വിധേന ആര് മരണപ്പെട്ടാലും, ചിലപ്പോൾ വണ്ടിയിടിച്ച് മരിച്ചതാവാം, ചിലപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചതാവാം, ചിലപ്പോൾ മുങ്ങി മരിച്ചതാവാം, ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും അപകടങ്ങളിൽപ്പെട്ട് ഭൂകമ്പങ്ങളിൽപ്പെട്ട് മരിച്ചതാവാം, രോഗപീഠകൾ, കടഭാരത്താൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തതാവാം. എങ്ങനെയാണെങ്കിലും കർത്താവ് പറയുകയാണ്, ആരുടെയും മരണത്തിൽ നീ സന്തോഷിക്കരുത്. കാരണം സന്തോഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ പതനം കാണേണ്ടി വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുക. സങ്കീർത്തനം 102:20 നമ്മൾ കാണുകയാണ്, മരണത്തിൽ വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രനാക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാനുള്ള ആഗ്രഹമാണ് പിതാവായ ദൈവത്തിന്. എന്നാൽ മനുഷ്യന് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ട് മനുഷ്യൻ്റെ മേൽ ആരോപണങ്ങളും ദുരാരോപണങ്ങളും ചുമത്തുന്നു. കുറ്റം ചുമത്തി അവനെ മരണത്തിന് പോലും വിധിക്കപ്പെടുന്നു. എന്നാൽ ദൈവമായ കർത്താവ് അവനെ സ്വതന്ത്രനാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ അതിന് വഴങ്ങുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആരുടെയും മരണത്തിൽ നീ സന്തോഷിക്കരുത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.